താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി. നമ്മളൊരു പക്ഷേ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു തമ്മിൽ തല്ല് എന്നതിനപ്പുറത്തേക്ക് അത് വലിയ ഗൗരവമുള്ള വിഷയമായി മാറുന്നത്. ആ കുട്ടി ഗുരുതരമായി പരിക്കേറ്റു എന്ന് കേട്ടപ്പോഴാണ്. ആ കുട്ടി ഇന്നലെ അർദ്ധരാത്രിയോടെ മരിച്ചു എന്ന വാർത്ത സത്യത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതികൾ നമ്മൾ പറയുമ്പോൾ ഓർക്കണം, അവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത്. പുലർച്ചെ 12:30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷഹബാസിനെ കൊല്ലും എന്ന് പറഞ്ഞുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നു. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ല എന്നും ഇൻസ്റ്റഗ്രാം വഴിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ സന്ദേശമാണ് പുറത്തു വന്നത്. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. സൂര്യേ, എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും ഇല്ല വെച്ചാൽ നാഫീനല്ല വെച്ചത്. 2 ദിവസം കഴിയട്ടെ. അത് മാത്രമല്ല, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കുട്ടികൾ തമ്മിൽ എന്തോ തർക്കമുണ്ടായി, അവർ പരസ്പരം ഏറ്റുമുട്ടി എന്നാണ് ആദ്യഘട്ടത്തിലൊരു വാർത്ത വരുന്നത്. അതിനുശേഷം ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു 14-15 വയസ്സുള്ള കുട്ടികൾ ക്രൂരമായി മർദ്ദനം ഏറ്റുകഴിഞ്ഞാൽ അവർക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മുതിർന്നവർക്ക് ബോധ്യമുണ്ടല്ലോ. ആ ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ മരണത്തിലേക്ക് പോകുമെന്ന് കരുതിയില്ല. അത്രയ്ക്ക് മരണകാരണമായ പരിക്കുകളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കും ഒപ്പം വളരെ ഞെട്ടിക്കുന്ന ആ ശബ്ദ സന്ദേശങ്ങളിലേക്കും. ഈ മുഹമ്മദ് ഇക്ബാൽ മരണത്തിന് കീഴടങ്ങുന്നത് ഇന്ന് പുലർച്ചെ 12:30 കൂടിയിട്ടായിരുന്നു. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ, വീണ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ അപകടത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ പരിക്കേറ്റ് മുഹമ്മദ് ഇക്ബാലിനെ സുഹൃത്തുക്കൾ മുഹമ്മദ് ഇക്ബാലിന്റെ വീട്ടിലാക്കുകയായിരുന്നു ചെയ്തത്. കാരണം ആന്തരികമായിട്ടുള്ള പുറമേയുള്ള വലിയ രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാത്രി തന്നെ, കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു സംഭവം നടന്നത്. അന്ന് രാത്രി തന്നെ ഈ 2 എളേറ്റിലെ MJHSS സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി GVHSS സ്കൂളിലെ കുട്ടികളും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. അവരുടെ 10ാം ക്ലാസ്സിലെ ട്രിസ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു ഈ 2 സ്കൂളിലെയും കുട്ടികൾ. അവരുടെ സെന്റ് ഓഫുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെ MJHSS സ്കൂളിലെ കുട്ടികൾ ഒരു നൃത്തം അവതരിപ്പിക്കുന്ന സമയത്ത് ഫോണിന്റെ സാങ്കേതിക തകരാറ് മൂലം ആ നൃത്തം സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ നിർത്തലാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് താമരശ്ശേരി GVHSS കുട്ടികൾ കളിയാക്കുന്നു, കൂക്കി വിളിക്കുന്നു. ഇതാണ് ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. ഞായറാഴ്ച വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. അധ്യാപകരൊക്കെ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം അവസാനിപ്പിക്കുകയും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 സ്കൂളിലെയും കുട്ടികൾ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പകരം ചോദിക്കണം, വെല്ലുവിളിക്കണം എന്നുൾപ്പെടെയുള്ള രീതിയിൽ അവർ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു. അത്തരത്തിലുള്ള സംഭാഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടത്. മുഹമ്മദ് ഷഹബാസിനെ കൊല്ലണം എന്നതുൾപ്പെടെയുള്ള രീതിയിൽ അവർ ആശയം പങ്കുവെക്കുകയും ആ രീതിയിലേക്ക് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായി ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കേസുണ്ടാവില്ല, കേസ് തള്ളിപ്പോകുമെന്ന വിലയിരുത്തലിലേക്കും ഈ കുട്ടികൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി വീണ്ടും ഒരു സംഘർഷം ഉണ്ടാവുന്നത്. ആ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് മാരകമായി പരിക്കേൽക്കുന്നുണ്ട്. എന്നാൽ ഈ പരിക്ക് കണ്ടെത്താൻ കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ നഞ്ചക്കിന് സമാനമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുക. അന്വേഷണ സംഘത്തിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഈ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഇവർ ഇത്തരത്തിൽ ആസൂത്രണം നടത്തി ആയുധം ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിച്ചു. കേസുണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ കുറിച്ച് പഠിച്ചു. അത് കൂട്ടുകാരുമായി പങ്കുവെച്ചു. അങ്ങനെ കൃത്യമായ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ആസൂത്രണം നടത്തിയതിനു ശേഷമാണ് ഈ സംഘർഷത്തിലേക്ക് എത്തിയത്. സംഘർഷം നടന്നതിന് ശേഷവും ഗോകുലിലേക്ക് എത്താം. ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി BJP നേതാവും റിട്ടയർഡ് അധ്യാപികയുമായ പ്രൊഫസർ VT രമ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി VT രമ, ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഒരു മർദ്ദനത്തിലേക്കൊക്കെയാണ് കടന്നത്, കൂട്ടത്തല്ലിലേക്കൊക്കെയാണ് കടന്നതെങ്കിൽ പോലും ആ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ആ വിദ്യാർത്ഥിയെ കൊല്ലണം എന്നുള്ള ഒരു മനോഭാവം തന്നെ വെച്ച് പുലർത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കൂട്ടമായി മർദ്ദിക്കുന്നത്. ആ കൊച്ചുകുട്ടി ഇന്നലെ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം 14-15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ് ഇതിൽ പങ്കാളികളായത് എന്നുള്ളതാണ്. എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ് കേരളത്തിലെ സാഹചര്യം?
ആശാവഹമല്ലാത്ത ഒരു സമൂഹ ജീവിതമാണ് ഇന്ന് കേരളത്തിലുള്ളത്. പണ്ട് അമേരിക്കയിലെ ഏതെങ്കിലും കുട്ടികള് ക്ലാസ് റൂമിലെ കുട്ടികളെ കയറി വെടിവെച്ചു എന്നൊക്കെ അപൂർവമായ ചില വാർത്തകൾ കേട്ട് ഞെട്ടിയിരുന്നവരാണ് നമ്മൾ. പിൽക്കാലത്ത് അത് നമ്മളുടെ നാട്ടിലും കുറേശ്ശെയൊക്കെ ബാധകമായി. 1984 തോന്നുന്നു, 74 തോന്നുന്നു, പട്ടാമ്പി കോളേജിലെ ഒരു കുട്ടികൾ തമ്മിലുള്ള ഒരു അക്രമവും അതിലൊരു ആകസ്മിക മരണവും നടന്നു. അതൊക്കെ വലിയ വാർത്തകളായിരുന്നു. കാരണം റയറസ്റ്റ് ഓഫ് റയർ ആയിരുന്നു അതൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കഴിഞ്ഞ 8-9 ഒക്കെ കൊല്ലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നതിന് ശേഷം തുടർ ഭരണത്തിന്റെ തന്നെ തുടർച്ച എന്നതുപോലെ ക്യാമ്പസ് അക്രമങ്ങളും ചെറുപ്പക്കാരുടെ ഇടയിലുള്ള അക്രമശീലങ്ങളും ഒരുപാട് തഴച്ചു വളരുകയാണ്. ഒരു വശത്ത് തീവ്രവാദികളുടെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി എങ്ങനെ വധിക്കാമെന്ന് പഠിപ്പിച്ച് ചെറുപ്പക്കാരെ സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു വിഭാഗം ഒരു വശത്ത്, മറുവശത്ത് കുട്ടികളുടെ ഇടയിലുള്ള ഇത്തരം അക്രമവാസനകൾ. ഇത് ഒരു സാധാരണ അക്രമവാസനയല്ല. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചെറിയ ഒരു അടിയും പിടിയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. പക്ഷെ ഇതല്ല, പ്ലാൻഡ് മേർഡർ എന്ന് പറയുന്നതാണ്. ശരിക്കും കോൾഡ് ബ്ലഡഡ് മർഡറിനാണ് കുട്ടികൾ ഇന്ന്, ക്രൂരമായ കൊലപാതകത്തിനാണ് കുട്ടികൾ ഇന്ന് ഒരുങ്ങി വരുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലെ ഒരു സ്വാഭാവിക മനസ്സ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സ്വാഭാവിക മനസ്സിലെ കുട്ടികള് കളങ്കിത എന്ന് പറയാൻ പറ്റില്ല, നിഷ്കളങ്കര ആണ് ഒരു പരിധി വരെ എന്ന് നമുക്ക് പറയേണ്ടി വരും, സ്കൂൾ കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പൊ അവർക്ക് ഇത്തരം അക്രമവാസന ഉണ്ടാകുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്, ഒന്ന്, എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ശിക്ഷ കിട്ടില്ല എന്ന ഒരു തോന്നല്. കാരണം കഞ്ചാവ് കയ്യിൽ വെച്ചാല് പിടിച്ചു കഴിഞ്ഞാല് 5000 രൂപ ഫൈനിട്ടാൽ രക്ഷപ്പെടാം. പക്ഷെ കൊലപാതകം നടത്തിയാല് രക്ഷപ്പെടാം. അതേസമയം ചെറിയ ഒരു അടിപിടി മാത്രമാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് കേസിൽ ശിക്ഷിക്കപ്പെടും. അതിന് വൃത്തികെട്ട ഒരു വ്യവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഷ്ട്രീയത്തില് എന്തും നേടാം. മന്ത്രിയുടെ അല്ലെങ്കിൽ MLA മക്കളെ MDMA വെച്ചാൽ അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അപ്പൊ ഇങ്ങനെ ഒരു ലഹരിയുടെ ഒരു അതിപ്രസരം നമ്മളുടെ ക്യാമ്പസുകളിൽ നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. അറിയുന്നില്ല കുട്ടികൾ, എന്റെ കുട്ടി ലഹരി കഴിക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ലഹരിക്ക് മാത്രമേ ഇത്തരം ഒരു പ്രവണതയിലേക്ക് നയിക്കാൻ സാധിക്കൂ. പക അതാണ് നമ്മൾ ഔഹാന്റെ കേസിലും കണ്ടത്. പകയാണ്. അപ്പൊ ആ പക ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ കോൾഡ് ബ്ലഡഡ് മർഡറിലേക്ക് നടക്കുന്നുണ്ടെങ്കിൽ മദ്യം കൊണ്ട് പോലും അതിന് സാധിക്കില്ല. ലഹരിക്ക് മാത്രമേ അത്തരം ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് വരുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മേലാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ നശിപ്പിച്ച്, സമൂഹത്തെ നശിപ്പിച്ച്, കുടുംബങ്ങളെ തകർത്ത് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുന്ന രീതിയിലേക്ക് കേരള ഗവൺമെന്റ് മാറി എന്ന് വളരെ ദുഃഖത്തോടെ പ്രതികരിക്കാതിരിക്കാൻ. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം സമൂഹത്തിലുണ്ടാകുന്ന എന്തു പ്രശ്നത്തിന്റെ പേരിലാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആകുന്നത് എങ്കിലും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടത്, അവരുടെ മനസ്സ് ശരിയാക്കേണ്ടത്, അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഇന്ന് ജനം TV-യുടെ തന്നെ വാർത്തയുണ്ട്. ഈ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനു വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരുന്ന തുക 50% വെട്ടിക്കുറച്ചുവെന്ന്. അത് വേണ്ട എന്ന് ഈ സർക്കാർ തീരുമാനമെടുക്കുന്നതിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. കാരണം ഇപ്പോഴുണ്ടായ ഈ സംഭവം അടക്കം ഞെട്ടിപ്പിക്കുന്നതുമാണ്. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ താങ്കൾ എന്ത് കരുതുന്നു? സമൂഹത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്? എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത്? സമൂഹത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് ഇടപെടലുകൾ ഉണ്ടാകാതെ ഇരിക്കേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വശത്ത് മുതിർന്നവരുടെ ഭാഗത്ത് അഴിമതി, ബാങ്കുകളിലെ അടക്കമുള്ള ബാങ്ക് അഴിമതി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, അത് സഹകരണ ബാങ്ക് അടക്കം, അത് ഗവൺമെന്റിന്റെ കണ്ണിന്റെ തൊട്ട് താഴെയാണ്. അതുപോലെയാണ് ഈ ലഹരിയുടെ കാര്യത്തില് കുട്ടികളെ ശിക്ഷിക്കുന്നില്ല. ശിക്ഷ കൃത്യമായിട്ട് കൊടുത്ത നിർഭയ കേസിലെ പ്രതി, ഏറ്റവും ക്രൂരമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി ഇപ്പോ ജുവനൈൽ കേസും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നടക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ട് നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുന്നില്ല? അതൊന്ന്. രണ്ട്, ശിക്ഷ അതൊക്കെ നമ്മുടെ ഒരുപാട് മാറ്റേണ്ടിയിരിക്കുന്നു നിയമവ്യവസ്ഥ. കേരളത്തിന് പ്രത്യേകമായിട്ട് ചെയ്യാമല്ലോ. അപകടം ഉണ്ടാകുന്നിടത്താണല്ലോ കൂടുതൽ കരുതൽ ഉണ്ടാകേണ്ടത്. പിന്നെ ലഹരി വിൽപ്പന എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല?
ലഹരി പിടിക്കുന്നവരെ കയറഴിച്ച് വിടുകയാണ് ഗവൺമെന്റ്. കാരണം അതിന്റെ പിന്നിൽ നിർഭാഗ്യവശാൽ പറയട്ടെ, ഇത് പറഞ്ഞാൽ എനിക്ക് എന്റെ പേർക്ക് ആരോപണം വരുന്ന ഉറപ്പാണ്. പക്ഷേ ഈ ലഹരി വിൽപ്പനയുടെ ലഹരി വിതരണത്തിന്റെ പ്രധാന കണ്ണികൾ ഇവരുടെ ഇന്നത്തെ ഭരണകൂടത്തിന്റെ സ്വന്തം ചെറുപ്പക്കാരുടെ ഇടയിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഇടത് യുവാക്കളും ഒക്കെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളായി മാറുന്നു എന്ന് പത്രദ്വാര വാർത്തകൾ വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഇവരെയൊക്കെ കയറഴിച്ച് വിടുകയാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിന് കാശുണ്ടാക്കാനുള്ള ഒരു പ്രസ്ഥാനമായി ലോട്ടറി ആയിരുന്നു പണ്ട് എങ്കിൽ ഇപ്പോൾ അത് ലഹരി കൂടിയാണ്. ലഹരിയെ കാശുണ്ടാക്കാനും ചെറുപ്പക്കാർക്ക് കാശുണ്ടാക്കി ഇഷ്ടപ്രകാരം തോന്നിവാസം നടത്താനുമുള്ള ഒരു അനുമതിയുടെ പർവ്വമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് വെറും കൗൺസിലിംഗ് നടത്തിയത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. കൗൺസിലിംഗ് നടത്തി ഒരു ചെവി കൂടി കേൾക്കും, മറ്റേ ചെവി കൂടി പോവും. ഒരു കുട്ടി പറഞ്ഞാൽ കേട്ടത് അങ്ങനെ അനുസരിക്കൊന്നുമില്ല. ശിക്ഷിച്ചാൽ തന്നെ പറ്റുള്ളൂ. നമ്മൾക്ക് ശിക്ഷ വേണ്ട, അതാണ് പ്രശ്നം. ശിക്ഷ ആർക്ക് വേണം? ഒന്നുമില്ലാത്ത ഇടതുപക്ഷം അല്ലാത്തവരാരെന്ത് ചെയ്താലും ശിക്ഷിക്കണം, ഞങ്ങളുടെ ആൾക്കാരെ ശിക്ഷിക്കേണ്ട. അപ്പൊ അവരെ ഈ ലഹരി നമ്മുടെ പെട്ടിപ്പീടികകളിലടക്കം സ്കൂളിന്റെ മുന്നിൽ ലഹരി വിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? ശിക്ഷിക്കണ്ടേ? അത് ചെയ്യുന്നില്ല. അഴിമതിയുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശിക്ഷിക്കുന്നുണ്ടോ? ഇല്ല. ചെന്താമരയ്ക്ക് വരെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെല്ലണമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിഹാന്റെ കാര്യത്തിലും അത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടിൽ പോലും, മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പോലും അഹാന്റെ കാര്യത്തില് ലഹരിയുടെ കാര്യം പറയുന്നില്ലല്ലോ, തെളിവില്ല. എന്തുകൊണ്ട്? അത് ഒന്ന് വേറെ ചില കാര്യങ്ങളുണ്ട്, നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അത് വേരുന്നാളും ഒക്കെ കേട്ടാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ലഹരി ഉണ്ട്, ലഹരി കൊണ്ടാണ് ഇത്തരം അക്രമം എന്ന് ജനം അറിയാതിരിക്കാൻ സർക്കാരിന് നിർബന്ധമുണ്ട്. അപ്പൊ അത് പൂഴ്ത്തിവെക്കുകയാണ്. ലഹരിയുടെ കാര്യം പോലും പൂഴ്ത്തിവെച്ച് ലഹരി വിറ്റുകൊണ്ട്. ഇത് മെക്സിക്കോ ഒന്നും അല്ലല്ലോ. ഇത് മെക്സിക്കോയിലൊക്കെയാണ് പണ്ട് ലഹരി പറയുന്നത്. ഇതിപ്പം വല്ലാത്തൊരു വൃത്തികെട്ടവരുത്. നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് വിടാൻ ധൈര്യമുണ്ടോ? കുട്ടികളെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ ധൈര്യമുണ്ടോ? അവസാനം നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ നാട്ടിലെ കുട്ടികളെ കുറിച്ചാണ് പ്രതീക്ഷ. ഒരു കുടുംബം ജീവിക്കുന്നത് അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളർന്നു വരുന്ന മക്കളിലാണ്. ആ മക്കൾ സ്കൂളിൽ അയച്ചാല് ലഹരി അനുഭവിക്കുകയും അങ്ങനെ അവരുടെ സ്വഭാവം നേരെ വികൃതമായി മൃഗീയം, മൃഗത്തിന് പോലും ഇത്രയും മോശമല്ല സ്വഭാവം, ആ രീതിയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോ മനഃശാസ്ത്രപരമായി നമ്മുടെ കുട്ടികൾ വളരെ തെറ്റായ രീതിയിലേക്കാണ് പോണത്. ഇതിന് വെറും കൗൺസിലിംഗ് നിർബന്ധമായും വേണം. അത് മാത്രം പോരാ, വീട്ടുകാർക്ക് കൗൺസിലിംഗ് വേണം. സർവോപരി ലഹരിയുടെ ഉപയോഗം 100% തടഞ്ഞേ പറ്റൂ. അതാണ് എനിക്ക് പറയാനുള്ളത് ആസ് എ മദർ ആൻഡ് ആസ് എ ടീച്ചർ. ശരി, വളരെ നന്ദി ശ്രീമതി വി ടി രമ പ്രതികരിച്ചതിന്. ഗൂഗിളിലേക്ക് പോവുകയാണ്. ഗൂഗിൾ, ഈ പ്രതികൾക്കെതിരെ നിലവിൽ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഏറെ ഞെട്ടിപ്പിക്കുന്നത് ഇവരുടെ ശബ്ദ സന്ദേശമാണ്. അതായത് സഹപാഠിയോടുള്ള ദേഷ്യം കാരണം പലപ്പോഴും മർദ്ദനത്തിലേക്കും കൂട്ടത്തല്ലിലേക്കുമൊക്കെ കലാശിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കൊല്ലണം, ചത്താലും ഒന്നുമില്ല, നമുക്ക് ഈ കൂട്ടത്തല്ലിൽ പോലീസ് കൊലക്കുറ്റം ചുമത്തുകയില്ല അല്ലെങ്കിൽ പോലീസ് കേസെടുക്കുകയില്ല തുടങ്ങിയ അത്തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് ഈ സഹപാഠികൾ തമ്മിൽ കൈമാറുന്നത്. അത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുതന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരു സംഭവത്തെ സമീപിക്കുക, ഒരു സഹപാഠിയായ ഒരു വ്യക്തിയെ കൊല ചെയ്യാൻ പോലും ആസൂത്രണം നടത്തുക, ഗൂഢാലോചന നടത്തുക എന്ന് പറയുമ്പോൾ ഈ 15 വയസ്സുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഏതുതരം മാനസികാവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നിസ്സാരമായ ഒരു സംഭവമാണ് ഇത്തരത്തിലൊരു കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സെൻഡ് ഓഫ് നടത്തുന്നു, സ്വാഭാവികമായിട്ടും സ്കൂളുകളൊക്കെ സെൻഡ് ഓഫ് നടത്തുന്നതാണ്. അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. സംഘർഷവും നമ്മൾ പല സ്ഥലങ്ങളിൽ സംഘർഷമൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു ക്രൂരതയിലേക്ക് നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി കൊലപാതകത്തിലേക്ക് നടത്താൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ നമ്മുടെ സമൂഹത്തിലെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അടിക്കടിയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് അതിന്റെ ഗൗരവവും പ്രാധാന്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നു. സർക്കാർ സംവിധാനം ഉൾപ്പെടെ ഇതിൽ കൂടുതലായി ഇടപെട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരുപാട് പരിചയമുള്ള ആളുകളായിരിക്കും. കാരണം ട്രിസ്റ്റ് ട്യൂഷൻ സെന്ററിലേക്ക് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ എത്തുന്നു. ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളായിരിക്കാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വൈരാഗ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതിലേക്ക് നയിച്ച കാരണങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. കാരണം ഒരു സെൻഡ് ഓഫ് പരിപാടി നടത്തുന്നതിനിടെ നൃത്തം അവതരിപ്പിക്കുന്നു. ആ നൃത്തം തടസ്സപ്പെട്ടത് മൂലം വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
കൂക്കി വിളിക്കുന്നു. ആ കൂക്കി വിളി ഒരു കൊലപാതകത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു 15-കാരന്റെ മരണത്തിന് കാരണമാവുക എന്ന് പറയുന്നത് ഒരിക്കലും ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ എന്തായാലും തടയേണ്ടതാണ്. അതിന് നേരത്തെ ഈ പറഞ്ഞ നമ്മൾ പങ്കുവെച്ചതുപോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ ഭാഗമായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച ഗൗരവമായിട്ടുള്ള അന്വേഷണമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സെൻഡ് ഓഫ് ചടങ്ങിലേക്ക് കിലോ കണക്കിന് കഞ്ചാവ് വിതരണം ചെയ്യുകയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഉപയോഗിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് പുറത്തു വരുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകൾ നമുക്കൊക്കെ മനസ്സിലാവാത്ത മറ്റേതൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുക, അവിടെ അവരുടേതായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുക എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് അടുത്തടി പുറത്തു വരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങേയറ്റം ഗൗരവമുള്ളതും നമ്മുടെ സർക്കാർ സംവിധാനം ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യേണ്ടതും ഏറ്റെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്.